നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചാലഞ്ച്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഏരിയാസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ ഒരു ടോപ്പിക് തന്നെ ആക്ച്വലി ഓർഗനൈസേഴ്സ് ഈ ടോപ്പിക് ചൂസ് ചെയ്തത് ഡിസ്റപ്ഷൻ വിത്ത് AI ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് തന്നെ ഭയങ്കര വലിയൊരു സംഭവമാണ്. ആക്ച്വലി നമ്മൾ ഈ വേദിയിലിരിക്കുന്ന ഓരോരുത്തരും ഇൻക്ലൂഡിങ് മൈസെൽഫ് നമ്മുടെ ലൈഫിലെ വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പം നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഈ AI എന്ന് പറയുന്നത് ഒരു ജനറൽ പർപ്പസ് ടെക്നോളജിയാണ്. നമ്മൾ ChatGPT എന്ന് പറയുന്നത് പോലെ GPT-നെ നമുക്ക് വേണമെങ്കിൽ ജനറൽ പർപ്പസ് ടെക്നോളജി എന്നും കൂടി പറയാം. അപ്പം വാട്ട് ഹാപ്പൻസ്, ഒരു ജനറൽ പർപ്പസ് ടെക്നോളജി വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത് ഡിസ്റപ്ഷൻ കൊണ്ടുവരും. അപ്പം നമ്മളിപ്പം സ്റ്റീം എൻജിൻ വന്നു, ഇലക്ട്രിസിറ്റി വന്നു, അത് കഴിഞ്ഞ് കമ്പ്യൂട്ടേഴ്സ് വന്നു, ഇൻ്റർനെറ്റ് വന്നു. ഈ കാലഘട്ടത്തിലൊന്നും ഇവിടെയുള്ള ആരും ഇൻക്ലൂഡിങ് മൈസെൽഫ് എന്താണ്, നമ്മളൊക്കെ അതിൻ്റെ ഉപഭോക്താക്കളോ അല്ലെങ്കിൽ അതൊക്കെ ഇപ്പോൾ കമ്പ്യൂട്ടറൊക്കെ ഒരുപാട് മെച്യൂർ ആയതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് അറിയുന്നത്. പക്ഷേ AI ഇപ്പോൾ ഇന്ന് സിലിക്കൺ വാലിയിൽ ഇറങ്ങുന്ന ഓരോ കാര്യവും എന്താണ്, നമുക്ക് ഇവിടുന്ന് ആക്സസിബിൾ ആണ്. അപ്പം ഈ ഒരു ഇറയിൽ, ഈ AI ഇറയിൽ ഇതൊരു ജനറൽ പർപ്പസ് ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഓരോരുത്തർക്കും എന്താണ് പുതിയ പുതിയ, അതായത് ഇറ്റ്സ് എ വൺസ് ഇൻ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് 1 million 1 person owned 1 million ഓർ സിംഗിൾ പേഴ്സൺ ഓൺഡ് $1 million കമ്പനീസൊക്കെ വരാൻ. ഇപ്പം ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബൈറുഹാടെക് മോസ്റ്റ് ഇവിടെ ഒരാളും ആ ഒരു പേര് കേട്ടിട്ടുണ്ടാവില്ല ആക്ച്വലി. പക്ഷേ നമ്മൾ ഈ തവണ 2 സൗദി പ്രോജക്റ്റ് നമ്മൾ പിടിച്ചു. അതിൽ ഒന്ന് നമ്മൾ കോമ്പീറ്റ് ചെയ്തത് സെയിൽസ് ഫോഴ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സം ഓഫ് യു മൈറ്റ് ഹാവ് നോ സെയിൽസ് ഫോഴ്സ്. ദാറ്റ്സ് എ $1 billion കമ്പനി ഡൂയിങ് CRM. ഓക്കെ, നമ്മൾ അർക്കോമ എന്ന് പറയുന്ന 1945 മുതൽ സൗദി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി, അവർ $1 billion ഒക്കെ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ അവരുടെ CRM-ൻ്റെ ഫൈനലിസ്റ്റ് ആയിട്ട് വന്നത് നമ്മുടെ കമ്പനിയും അതുപോലെ തന്നെ സെയിൽസ് ഫോഴ്സും ആണ്. അപ്പം നമ്മുടെ സെയിൽസ് ഫോഴ്സിനെ ബീറ്റ് ചെയ്തിട്ട് എന്താണ്, ആ CRM-ൻ്റെ വർക്ക് നമ്മൾ ക്ലോസ് ചെയ്തു. ആൻഡ് ഇതൊരു കേസ്. ആൻഡ് ദിസ് ഈസ് ബൈ ദ യൂസ് ഓഫ് AI ആക്ച്വലി. നമ്മൾ എന്താണ്, അതിലൊരു സ്മാർട്ട് പ്രൊക്യൂർമെൻറ്റ് സിസ്റ്റം ഉണ്ട്. ആ പ്രൊക്യൂർമെൻറ്റ് സിസ്റ്റം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു പ്രൊക്യൂർമെൻറ്റിന് പോകുമ്പോൾ ഒരു വലിയ കമ്പനി ആകുമ്പോൾ എന്താണ്, ഡെയിലി അവർക്ക് $1 million അല്ലെങ്കിൽ $100,000 പർച്ചേസ് ഉണ്ടാവും. അപ്പം ഇവർക്ക് അറിയില്ല എവിടെ നിന്നാണ് ഇവരുടെ സ്റ്റാഫ് ഇത് വാങ്ങുന്നത്, അവർ വാങ്ങുന്നത് നെഗോഷ്യബിൾ ലീസ്റ്റ് പ്രൈസിലാണോ എന്നൊന്നും അറിയില്ല. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഒരു 4 AI ഏജൻസിനെ അവിടെ നമ്മൾ ഡിപ്ലോയ് ചെയ്തു ഈ പ്രൊക്യൂർമെന്റ് സിസ്റ്റത്തിൽ. യെസ്. അപ്പം ഈ AI ഏജൻസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ മൊമെന്റ് വി നീഡഡ് സംതിങ് ടു പർച്ചേസ്, മേ ബി ഇറ്റ് വിൽ ഹാവ് എ ലിസ്റ്റ് ഓഫ് 10 items ഓർ 20 items. അപ്പോൾ ഈ AI ഏജൻസ് എന്ത് ചെയ്യും, ഓൾറെഡി ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള നല്ല പെർഫോമിംഗ് വെൻഡേഴ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് ഈ വെൻഡേഴ്സിന് എന്ത് ചെയ്യും, ഈ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഒരു മാജിക് ലിങ്ക് ആയിട്ട് അവരുടെ വാട്സാപ്പിലോട്ടോ ഇമെയിലോട്ടോ അയച്ചു കൊടുക്കും. ദ അതർ പാർട്ടി ഹു ഈസ് സപ്ലൈയിങ് ദിസ് പ്രോഡക്റ്റ്, they don't want to use any external system. They will just click on that magic link and they will have a web interface, and that list, against that list they need to fill in what is the price they are able to offer. Okay, അപ്പോൾ ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, the moment they save that, നമ്മുടെ ഈ പാർട്ടിക്ക് എന്ത് കിട്ടും, ഈ ഡിഫറെൻറ്റ് വെൻഡേഴ്സ് സബ്മിറ്റ് ചെയ്ത പ്രൈസ് ലിസ്റ്റ് ഇവിടെ കിട്ടി. The moment we get the price list, no human intervention. What we are doing is AI agents will analyze this whole price. എന്നിട്ട് AI agents എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ടോട്ടൽ 10 items ആണ് ഉള്ളതെങ്കിൽ ഈ 10 items ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഡെലിവറി അത് നമുക്ക് പ്രീ കോൺഫിഗർ ചെയ്യാം ബേസ്ഡ് ഓൺ വാട്ട് കണ്ടീഷൻ വി നീഡ് ടു ഷോർട്ട് ലിസ്റ്റ് എ വെൻഡർ. അപ്പം ഫാസ്റ്റസ്റ്റ് ഡെലിവറി ആരാന്നുള്ളത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഏറ്റവും ചീപ്പസ്റ്റ് പ്രൈസ് ഇൻ ടോട്ടൽ ഇവർ എന്ത് ചെയ്യും, ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഒരു വെൻഡറിനെ. ആൻഡ് വൺ മോർ അതർ തിങ്, ഈ AI ഏജൻറ്റ് വേറൊരു സജഷൻ തരും. ഇപ്പം ഞാൻ എന്താണ് 10 items, ഇപ്പം പെന്ന്, പേപ്പർ, പെൻസിൽ ഇങ്ങനെയാണ് കൊടുത്തതെന്ന് വിചാരിച്ചോ. ഐ വിൽ ബി ഗെറ്റിംഗ് പെൻ ചീപ്പ് എമൗണ്ടിന് പെൻ എനിക്ക് വെൻഡർ A എന്നായിരിക്കും കിട്ടുന്നത്, ചീപ്പ് എമൗണ്ടിന് പെൻസിൽ എനിക്ക് വെൻഡർ B എന്നായിരിക്കും കിട്ടുന്നത്. ഈ AI ഏജൻറ്റ് എന്ത് ചെയ്യും, ഈ കൊട്ടേഷനെ സ്പ്ലിറ്റ് ചെയ്യും. കൊട്ടേഷനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമുക്ക് സജഷൻ തരും. ഇഫ് യു ഗോ വയ ദിസ് വേ യു വിൽ ഹാവ് ദിസ് മച്ച് എമൗണ്ട് സേവ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പം എന്നിട്ട് ഇത് എഗെയിൻ എന്താണ്, നമ്മൾ ഫൈനലി നമ്മൾ ചൂസ് ചെയ്യുന്ന ഈ ഒരു വെൻഡറിനെ ഏത് മെത്തഡോളജി ആണെന്നുള്ളത്, ഇഫ് യു ആർ ചൂസിങ് സംതിങ്, ഐ ഷുഡ് ഹാവ് ഞാൻ അവിടെ റീസൺ ഇടണം എന്തുകൊണ്ടാണ് ഞാൻ ഈ വഴി പോകുന്നത് എന്നുള്ളത്.
ഇപ്പം ഞാനൊരു ചീപ്പസ്റ്റ് വേ തിരഞ്ഞെടുക്കാതെ വേറൊരു വേ പോവുകയാണെങ്കിൽ മൈ ബോസ് വിൽ ഗെറ്റ് നോട്ടിഫൈഡ് ഓഫ് വൈ ഐ ആം നോട്ട് ഗോയിങ് ദാറ്റ് വേ എന്നുള്ളത്. അപ്പം ഈ ഒരു ഫീച്ചർ വന്നപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് നോ സച്ച് ഫീച്ചർ ഇൻ സെയിൽസ് ഫോഴ്സ്. അപ്പം നമുക്കത് അവിടെ വിൻ ചെയ്യാൻ എന്തായി, ഈ ഒരു വി ആർ നോട്ട് ബിഗ് ആസ് സെയിൽസ് ഫോഴ്സ്. ആൻഡ് ദാറ്റ് മൊമെന്റ് ഐ റിയലൈസ് ദാറ്റ് ബീയിങ് ബിഗ് ഈസ് നോ മോർ എ മാറ്റർ. ലൈക്ക് AI has just reset the game. ഇതൊരു കാര്യം. Then one other thing is we have a product in facility management. ഫെസിലിറ്റി മാനേജ്മെന്റ് കംപ്ലീറ്റ് ഓപ്പറേഷൻ ചെയ്യാനുള്ള ഒരു പ്രോഡക്റ്റ് നമുക്കുണ്ട്. അപ്പം നമ്മൾ സൗദിയിൽ തന്നെ അനദർ ക്ലയൻറ്റ്, ദ നെയിം ഓഫ് ദ ക്ലയൻറ്റ് ഈസ് തന്മിയ ഗ്രൂപ്പ്. അവർക്ക് 8ഓളം ആളുകളുണ്ട്. അതുപോലെ തന്നെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾ നമ്മുടെ ഫെസിലിറ്റി മാനേജ്മെന്റ് സൊല്യൂഷൻ അവിടെ IBMന്റെ മാക്സിമോ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഉണ്ട്. അത് ഫെയിലായ സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സോഫ്റ്റ്വെയറിനെ നമുക്ക് അവിടെ വിൻ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഫെയിലായി അതിനുശേഷമാണ് അവർ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. അത് ഫെയിലായത് ആക്ച്വലി IBM മാക്സിമോ നല്ല സോഫ്റ്റ്വെയർ അല്ലാത്തതുകൊണ്ടല്ല. ബേസിക്കലി വാട്ട് വാസ് ദെയർ പ്രോബ്ലം ഈസ് ഇൻ ദെയർ ഫെസിലിറ്റി ഗ്രൗണ്ട് വർക്കേഴ്സ് ആർ ബംഗാളീസ് and their supervisors or admin staffs are Arabs never understand the Bengali guys what they are doing, and these Bengali guys don't know how to use technology. ഇപ്പം IBM മാക്സിമോൻ്റെ ഒരു എൻ്റർപ്രൈസ് ആപ്ലിക്കേഷൻ ഒരു ബംഗാളിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് എന്താണ്, ഇപ്പോൾ ഒരു പൈപ്പ് പൊട്ടിക്കിടക്കുന്നതോ അല്ലെങ്കിൽ സീലിങ്ങിൽ ഒരു ക്രാക്ക് ഉള്ളതോ ഒരു പിക്ചർ എടുത്ത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇട്ട് അതിൻ്റെ പ്രയോറിറ്റി എൻ്റർ ചെയ്ത് ഇത് നമ്മൾ അസൈൻ ചെയ്യാൻ എന്താണ് അതിനൊരു എഡ്യൂക്കേഷൻ വേണം. ആൻഡ് വാട്ട് വി ഹാവ് ഡൺ ദെയർ ഈസ് ലൈക്ക് വി ജസ്റ്റ് വിസിറ്റഡ് ദെയർ, വി സ്റ്റഡീഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഓൺ ദ ഗ്രൗണ്ട്. അപ്പോൾ അവരെന്താണെന്ന് വെച്ചാൽ അവർ വാട്സാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ബംഗാളീസ് വാട്സാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ വി ടോൾഡ് ദം ലൈക്ക് യുനോ ഇവർ വാട്സാപ്പിൽ എന്താണ്, ഇപ്പോൾ ഒരു പൈപ്പ് പൊട്ടിക്കിടക്കുകയാണെങ്കിൽ ദേ വിൽ ടേക്ക് എ സ്നാപ്പ് ഇൻ വാട്സാപ്പ്, ജസ്റ്റ് സെൻഡ് ദാറ്റ് മെസ്സേജ്. അവർ AI ഏജന്റ് വാട്ട് ഇറ്റ് വിൽ ഡു, ഈ വാട്സാപ്പ് മെസ്സേജ് ഈ ഇമേജിനെ അനലൈസ് ചെയ്തിട്ട് അതിനെ പ്രയോറിറ്റൈസ് ചെയ്യും. ഈ ഇമേജിൽ നിന്ന് എന്ത് ടൈപ്പ് ടിക്കറ്റാണ് ഇതെന്ന് ഇത് അനലൈസ് ചെയ്യും. ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് സർവീസ് വിങ്ങിനാണ് സർവീസ് വിങ്ങിനെ അസൈൻ ചെയ്യും, മെയിൻ്റെനൻസ് വിങ്ങിനാണ് മെയിൻ്റെനൻസ് വിങ്ങിനെ അസൈൻ ചെയ്യും. അതായത് അത്രയും പാർട്ട് എന്തായി. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഗ്രൗണ്ട്, അപ്പം ഡാഷ്ബോർഡ് കാണുന്ന അറബിക്ക് എന്താണ്, പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയാം, ബംഗാളിക്ക് ഇംഗ്ലീഷ് അറിയേണ്ട കാര്യമില്ല. ഹി ജസ്റ്റ് വാണ്ടഡ് ടു യൂസ് വാട്സാപ്പ്. ആൻഡ് ദ മൊമെന്റ് ദാറ്റ് ടിക്കറ്റ് ഈസ് ക്രിയേറ്റഡ് അവർക്ക് എന്താണ് SLA തുടങ്ങും. അങ്ങനെ AI വന്നപ്പോൾ എന്താണ്, നമുക്ക് വി ആർ ആക്ച്വലി ഏബിൾ ടു കോമ്പീറ്റ് വിത്ത് ബിഗ് പ്ലേയേഴ്സ്. ദാറ്റ് ഈസ് നോട്ട് ബിക്കോസ് വി ആർ ദാറ്റ് ബിഗ്, ബട്ട് യു നോ AI ഈസ് ആക്ച്വലി റീസെറ്റിംഗ് ദ ഗെയിം. സോ ഇങ്ങനത്തെ കുറച്ച് ഒരു വലിയ നല്ല കാര്യമാണ് നമ്മളിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഈ സെയിം ഡിസ്കഷൻ ഞാൻ ഇന്നലെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ ബാർബർ ഷോപ്പിൽ, കോഴിക്കോട് എല്ലാ ബാർബർ ഷോപ്പിലും ബാർബേഴ്സ് അധികം ബംഗാളീസാണ് റൈറ്റ് നൗ. അത് എത്ര വലിയ ബാർബർ ഷോപ്പ് ആണെങ്കിലും അതങ്ങനെ തന്നെയാണ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് നമ്മൾ പറയുന്ന ചില സാധനങ്ങൾ മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു നമുക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയാലോ, മലയാളീസ് മാത്രമുള്ള ഒരു ബാർബർ ഷോപ്പ്. അപ്പം എൻ്റെ പാർട്ട്ണർ റിയാസ് അപ്പം എനിക്ക് ഈസിലി സജസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ബംഗാളീസിനെ മലയാളം പഠിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ്സ് മോർ സ്കെയിലബിൾ, അവിടെ ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതേപോലെയാണ് ഇപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നത്. വാട്സപ്പാണ് അവർക്ക് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അറബ്സിന് മനസ്സിലാവുന്ന ഇംഗ്ലീഷിലതൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്ത് എത്തിക്കാൻ പറ്റുന്നു. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് അല്ലേ. നമ്മളൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അറിയാതെ ആയിരിക്കും നമ്മളെ വലിയ രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും.